ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇതേ പാർട്ടിൽ തന്നെ ഫോളോ അപ്പ് ആണ്. ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു CW മിൽസിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം അമേരിക്കൻ സൊസൈറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നതൊക്കെ അമേരിക്കൻ സൊസൈറ്റിയാണെന്ന് പറഞ്ഞു. ദെൻ അക്കോർഡിംഗ് ടു മിൽസ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സൊസൈറ്റി ഹാസ് ബീൻ ഓൺ ദ ഇമാജിനിങ് സെൽഫ് ലൈക്ക് അമേരിക്കൻസ് തിങ്ക് ദംസെൽഫ് themselves as world, yet they also change under impact of sudden social changes. അല്ലേ, സാമൂഹികപരമായി പെട്ടെന്ന് മാറ്റം സംഭവിക്കുമ്പോൾ ആ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കും സഡൻലി മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആൻഡ് the sociological imagination help on historical aspects, meaning the internal and external attributes of individual, how individual daily experience attribute a false to the social standing. In other words, what people imagine to society and themselves as members, it shaped through a long historical process and creates certain kinds of values. Okay, values that then get embedded the collective consequences. അതായത് ഒരു വ്യക്തി ഡേ ടു ഡേ ലൈഫിൽ അദ്ദേഹം റിയാലിറ്റി മീൻസ് റിയലി അദ്ദേഹം അനുഭവിക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടുന്ന, അതിൽ നിന്നും അവർ നേരിടുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടും അതിൻ്റെ അനന്തര കോൺസിക്വൻസസ് മീൻസ് അതിൻ്റെ അനന്തര ഫലങ്ങളുമാണ് ആ ഒരു വ്യക്തിയെ സമൂഹത്തിലേക്ക് എത്രത്തോളം വേണമെന്നും വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് വളരെ ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ ഒബ്സർവേഷനായ CW മിൽസിൻ്റെ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. അമേരിക്കൻ സൊസൈറ്റിയിൽ വരുന്ന, അതായത് അമേരിക്കയിൽ ഉണ്ടായ ചില സഡൻ ആയിട്ടുള്ള ചില സംഭവങ്ങൾ അമേരിക്കൻ ലൈഫിലെ മൊത്തത്തിൽ ജനങ്ങളെ ബാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ദീസ് ടു സ്കോളേഴ്സ് മീൻസ് മിൽസാണ്. ഒന്ന് CW മിൽസാണ്, നെക്സ്റ്റ് ഹെഗ്മണ്ട് ബോണ്ട് ആണോ ഒരു മിനിറ്റ്, ആൻഡ് നെക്സ്റ്റ് ദീസ് CW മിൽസിൻ്റെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ദ ടു സ്കോളേഴ്സ് ക്യാൻ ബി വ്യൂ, ഏകദേശം രണ്ട് സ്കോളേഴ്സ് ഏകദേശം ശരാശരി ഏതെങ്കിലും രണ്ട് തത്വചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ എക്സാമ്പിൾസ് ഓഫ് ഹൗ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ സെൽഫ് സബ്ജക്ട് ഓഫ് വെറൈറ്റി ഓഫ് സ്കോളജി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വൺ മാർക്ക് വേ ഓഫ് സ്റ്റേയിങ് ദ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. സം പീപ്പിൾ ലൈക്ക് ബൗമൻ എന്ന് പറയുന്ന ഒരാൾ, BAUMAN, ബൗമൻ, and emphasize the role of pride by power shaping understanding of how people shape our constitute relations, social position and are like means like look towards the historical shaping of cognition. അതായത് നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ് സോഷ്യോളജിക്കൽ വ്യൂ വേണ്ടത് എന്നാണ് CW മിൽസ് പറയുന്നത്. നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കഴിഞ്ഞു പോയ പാസ്റ്റ്, അല്ലേ, ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സോഷ്യോളജിസ്റ്റ് വ്യൂ ചെയ്യേണ്ടത്. ആ വീക്ഷണങ്ങളാണ് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എന്നാണ് JS മില്ലിൻ്റെ അഭിപ്രായം. ദെൻ സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. മെത്തേഡ്സ്, അത് അബ്സ്ട്രാക്റ്റഡ് എംപെരിസം എന്നാണ് ഇതിൻ്റെ ഒരു മെത്തേഡിന് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അത് തന്നെ 1959 ഇങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അതൊരു കൺസെപ്റ്റാണ്, ദ കൺസെപ്റ്റ് ഓഫ് abstracted empiricism. Poets' empirical studies mostly follow a pattern of collecting data of conventional type of collecting them and then അതായത് ഹിസ്റ്ററിയിൽ കിട്ടുന്ന, നമ്മുടെ കഴിഞ്ഞു പോയ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് കളക്ട് ചെയ്ത് വേണം നമ്മൾ വ്യൂ പോയിന്റുകൾ നമ്മൾ നോക്കാൻ, അല്ലെങ്കിൽ അത് വിലയിരുത്തിക്കൊണ്ട് വേണം ഒരു സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് പോകാൻ എന്നാണ് CW മിൽസ് പറയുന്നത്. ഹിസ് വർക്ക് ആട്രിബ്യൂട്ട് സെർട്ടൻ ക്യാരക്ടർ ടു പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ്, സൊസൈറ്റി തന്നെയാണ്. നമ്മൾ പബ്ലിക്കാണ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കിനാണെന്നാണ് CW മിൽസ് പറയുന്നത്. ആൻഡ് അമേരിക്ക ക്യാൻ റിമൈൻസ് വെസ്റ്റേൺ സെൻറ്റർ certain key problems like class and false concept and status class have not been translated, adding the problem of studying generalizing issue rather than looking to specific areas of studies. The sociology has created into concept and method of remain regional and generalization, especially in non-Western societies. The studies of World War II will discuss and describe social process to include origin and കോഴ്സസ്. അതായത് ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്ത് പല ക്ലാസ് വാറുകളും പല പ്രശ്നങ്ങളും ആഭ്യന്തരമായിട്ട് പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം അവരുടെ
സൊസൈറ്റിയിൽ അവരുടെ ചിന്തകൾക്ക് മാറ്റം വരാനും അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സോൾവ് ആവാനും എല്ലാത്തിനും കാരണമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇമ്പോർട്ടൻറ്റ് അബ്സ്ട്രാക്റ്റഡ് ഇമ്പീരിയൽ സ്റ്റൈൽ ഓഫ് നീഡർ ഓഫ് സ്റ്റഡി ഓഫ് വി കൺസിഡറേഷൻ ദ എംഫസിസ് ഹാസ് ബീൻ മെത്തേഡ് റാദർ ദാൻ കണ്ടന്റ് ഓഫ് സ്റ്റഡി ഓൾസോ ബീങ് സ്റ്റഡി ആൻഡ് അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസ്റ്റ്, ഒരു കറക്റ്റ് വീക്ഷണത്തിൽ പോകുന്ന ഒരു എംപിരിസിസ്റ്റ് മോർ കൺസേൺ വിത്ത് ദ ഫിലോസഫി ഓഫ് സയൻസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ശാസ്ത്രീയമായ പല രീതികളും സോഷ്യോളജിയായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. റാദർ ദാൻ വാട്ട് ഹി സ്റ്റഡി അബൌട്ട് ദി സോഷ്യോളജിസ്റ്റ് ഹൂ ഷുഡ് കൺസിഡർ ദ സൊസൈറ്റി. എപ്പോഴും CW മിൽസ് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൂ കൺസേൺ ദ സൊസൈറ്റി. ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും കൺസേൺ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണന കൊടുക്കേണ്ടത് സൊസൈറ്റിക്കാണ്. അതെപ്പോഴും നമ്മൾ പറയുന്നതാണ്, സൊസൈറ്റിക്ക് തന്നെയാണ് കൺസേൺ കൊടുക്കേണ്ടത്. ആൻഡ് ഇൻ അതർ വേർഡ്സ് ദ മെത്തേഡ് ബിക്കം ലിമിറ്റേഷൻസ്. അല്ലേ, എന്ത് കാര്യത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഒരു അതിർവരമ്പുകൾ ഉണ്ടാവും. ഇത്രേ പറ്റൂ, കൂടുതൽ മറ്റുള്ള ഇപ്പോൾ കെമിസ്ട്രി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റ് സോഷ്യോളജി റിലേറ്റഡും അതിനൊരു പരിധി ഉണ്ടാവും. സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മറ്റുള്ള സയൻസുമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ശാസ്ത്രങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളുമായിട്ട് സോഷ്യോളജിക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിനൊരു പരിധി ഉണ്ടാവും. ഇൻ കേസ് സോഷ്യൽ സയൻസ് എന്ന വിഷയം, ജോഗ്രഫി സോഷ്യൽ സയൻസ് എന്നുള്ള അത് ഇപ്പോൾ സോഷ്യൽ സയൻസ് ജോഗ്രഫി ഹിസ്റ്ററി 2 സബ്ജക്റ്റാണ് നമ്മൾ 10th പഠിക്കുന്ന സോഷ്യൽ സയൻസ്. അപ്പോൾ ആ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി എന്തുകൊണ്ടും സോഷ്യൽ സയൻസിന് റിലേറ്റഡ് ആണ്. അതേപോലെ അല്ല കെമിസ്ട്രി ഫിസിക്സും മാത്സും മറ്റുള്ള സബ്ജക്റ്റ്. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അതും എത്രത്തോളം സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം sociology uses the talk about particular topic, that use of sociological method and convert knowledge and empirical language. This is they move in the history of institution and ideas create behavior of people. നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരുടെ അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ, അവരുടെ പെരുമാറ്റ രീതികളെല്ലാം അടങ്ങിയത് തന്നെയാണ് സൊസൈറ്റി. അതും കൂടി ഇൻക്ലൂഡഡ് ആണ് ഓരോ സോഷ്യോളജിസ്റ്റിൻ്റെ വീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ദെൻ എമിലി ദുർക്കിം എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു ഫേമസ് ഹിസ്റ്റോറിയനാണ് അദ്ദേഹം. എമിലി ദുർക്കിൻ ഇൻ ഹിസ് ക്ലാസിക് വർക്ക് ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ഹാഡ് സെഡ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ വർക്ക്, അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് സോഷ്യോളജിക്കൽ മെത്തേഡ്. ആൻഡ് അതിൽ പറയുന്നത് the rules of the sociological method had said that social facts should be explained by other social facts, that putting the psychological and philosophical beyond scope of sociological method. അപ്പോൾ നമ്മൾ പറയുന്ന എമിലി ദുർക്കിം എന്ന് പറയുന്ന ഫേമസ് ഒരു ഫിലോസഫറാണ്, തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ബിയോണ്ട്, അതായത് മാനസികപരമായിട്ട് ഒരു വ്യക്തി മാനസികപരമായിട്ടും ദെൻ പറയുന്നത് ഫിലോസഫിക്കൽ, അത് ശാസ്ത്രീയപരമായിട്ടും രീതിയിലും ഒരു വ്യക്തിയെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്കോപ്പ് ഓഫ് സോഷ്യോളജിക്കൽ അതും എന്തിലേക്ക് വരുന്നുണ്ട്, അതും സോഷ്യോളജിക്കൽ മെത്തേഡിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദി സോഷ്യോളജി റിമെയിൻസ് സ്പെസിഫിക് സിറ്റുവേഷൻ ആൻഡ് ലാർജ്ലി ജനറലൈസേഷൻ. ഓരോരോ തലമുറകളിൽ വരുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ തലമുറകളിലും വരുന്നത് നമ്മൾ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ ഓരോ തലമുറയിലെയും വിലയിരുത്തിക്കൊണ്ടാണ് ഓരോരോ സോഷ്യോളജിസ്റ്റും മുന്നോട്ട് പോകുന്നത്. ദെൻ സോഷ്യോളജി ആൻഡ് എവറിഡേ ലൈഫാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. എവറിഡേ ലൈഫിൽ നേരത്തെ മിസ് പറഞ്ഞ എക്സാമ്പിളിലെ ബസ്സിലെ കാര്യങ്ങളും അതെല്ലാം എവറിഡേ ലൈഫിൽ നടക്കുന്ന നമ്മുടെ റിലേറ്റഡ് ചെയ്യുന്ന റിയാലിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അതും എന്താണ്, സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് സോഷ്യോളജി റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രോമൈസ് റിലേറ്റഡ് ദ പീപ്പിൾ ഫൈൻഡ് ദംസെൽഫ് അണേബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ലൈഫ് സർക്കംസ്റ്റാൻസസ്. ഓരോ സാഹചര്യങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്നതും ഓരോ വ്യക്തിയായിട്ട് ഇമ്പോർട്ടൻസ് ആണ്. പീപ്പിൾസ് കോട്ട് ഓഫ് ദ സർക്കിൾ ഓഫ് ഓർഡിനറി എവറിഡേ ലൈഫ് ലിവിങ് ദെയർ affected by circumstances beyond their control, by they fail to comprehend by the concept of trap. Mills referring to the social changes occur which affect the ordinary man.
മിൽസ്, അതായത് CW മിൽസ് പ്രത്യേകിച്ചും പറയുന്നത് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് ഒക്യൂർ വിത്ത് അഫക്റ്റ് അവർ ഓർഡിനറി മാൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യന് സംഭവിക്കുന്ന സോഷ്യൽ ചേഞ്ചസ് ആണ് പ്രധാനമായും വീക്ഷിക്കപ്പെടേണ്ടത്. അതാണ് വീക്ഷിക്കപ്പെടേണ്ടത്.